എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം വല്ലാത്തൊരു അവസ്ഥയായി പോയി അജയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഹണി റോസ്. നീ എൻ്റെ ബാംഗ്ലൂർക്ക് വന്നില്ലെങ്കിൽ ദേ നിന്റെ ജീവിതം ഞാൻ തകർത്ത് കളയും, നിനക്ക് നിരഞ്ജനോടൊപ്പം ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അജയ് അവളുടെ ആ ബ്ലാക്ക് മെയിൽ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല. അജയ് പറഞ്ഞു, എനിക്ക് എന്തായാലും നിന്നോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യ നിരഞ്ജനയാണ്, അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കണ സമയത്ത് നിനക്കതൊക്കെ അറിയാമായിരുന്നല്ലോ, നിന്നോട് ഞാൻ പറയുകയും ചെയ്തല്ലേ, അപ്പം നിനക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താണെങ്കിലും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ പറയണം. പക്ഷെ അജയനെ വെല്ലുവിളിക്കുകയാണ്. നീ എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ, വന്നില്ലെങ്കിൽ ഈ ഹണി റോസ് ആരാ നീ അറിയാൻ പോകും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അജയ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയ പോലെയായി. കാരണം നിരഞ്ജനയെ കൈയൊഴിയാനായിട്ട് പറ്റില്ല. നിരഞ്ജന അജയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഹണി റോസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ചവിട്ടാനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായിപ്പോയി അജയ്ക്ക്. ഈ സമയത്താണെങ്കിൽ രാധാമണിയിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡോക്ടറെ കണ്ടിട്ടും വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു അബിയുടെയും ജാനകിയുടെയും ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അബിയോട് പിന്നെ ജാനകി പറഞ്ഞൊരു കാര്യം ചെയ്യാം അബിയേട്ടാ, ഇനിയിപ്പോൾ അമ്മയെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഒന്നെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ വീണ്ടും അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ നിൽക്കേണ്ടി വരും. എത്ര കാലം ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്നറിയത്തില്ല. അപ്പോൾ അളകാപുരിയിലെ കാര്യങ്ങളൊക്കെ ആകെപ്പാടെ തകിടം പറയും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അബി ഒരു കാര്യം തീരുമാനിച്ചു, കുറച്ച് ദിവസം കൂടെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുക, ഇത്തിരി എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നോക്കട്ടെ, അതും പറ്റിയിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ തമ്പീനെ ഇനിയിപ്പം ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ട് തമ്പിക്കിട്ട് പണി കൊടുത്താൽ മതിയാവുള്ളൂ. അങ്ങനെ തമ്പിക്കിട്ട് പണി കൊടുക്കണമെങ്കിൽ അയാൾക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണമെന്ന് പറയണം. അങ്ങനെ കേസ് കൊടുക്കണം അയാൾക്കെതിരെ. അങ്ങനെ അയാളൊരു പാഠം പഠിപ്പിക്കാൻ ഇനി പറ്റുള്ളൂ എന്ന് പറയണം. കാരണം ഇത്രയും വർഷങ്ങളായിട്ടും അമ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന എന്താണെന്ന് അയാൾ അറിയണമെന്ന് പറയാണ്. അങ്ങനെ അവസാനം അബിയും ജാനകിയും ചേർന്ന് കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം സക്കീർ വക്കീലിനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വക്കീൽ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എന്തിനു വേദനും ഞാൻ എന്താണെങ്കിലും കൂടെ ഉണ്ടായിരിക്കും, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറയാണ്. പിന്നീട് സക്കീർ വക്കീലാണ് പറയണേ, ഈ കേസ് എന്താണെന്ന് ഞാൻ ഏറ്റെടുക്കുന്നില്ല, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, നിരഞ്ജനെ ഈ കേസ് ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്, അവളും മിടുക്കിയാണ്, അവളെ കൊണ്ട് ഇത് സാധിക്കും. പക്ഷേ ജാനകി അവളോട് സംസാരിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ഒരു നിമിഷം ആലോചിച്ചു. നിരഞ്ജന മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജാനിയടത്തേക്ക് എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ജാനിയടത്തിന് എന്താവശ്യം സാധിച്ചെന്നോളാം, ജാനിയടത്തേക്ക് എന്ത് കേസുണ്ടെങ്കിലും അത് എൻ്റെ അടുത്ത് തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്കും തോന്നി അതൊരു നല്ല കാര്യമുള്ളൂ എന്ന് ഓർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിരഞ്ജനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ ജാനകി തീരുമാനിക്കുക. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനോട് കൂട്ടിയിട്ട് പ്രഭാവതി ഇരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതിയുടെ അടുത്ത് സുമംഗലാമ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഇനി നീ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് തന്നെ അളകാപുരിയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയണം. പക്ഷേ പ്രഭാവതി പറഞ്ഞു, അത് പിന്നെ അമ്മ ഞാൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതേ സുമംഗലയെ പറയണത്, ഞാൻ പറഞ്ഞല്ലോ നീ ചെല്ലണം, നീ ചെന്ന ആഭരണനെ അവിടെ അടിച്ചിറക്കണമെന്ന് പറയണം. തൽക്കാലത്തേക്ക് നീ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നാൽ ശരിയാവത്തില്ലെന്ന് പറയണം. അവൾക്കൊട്ടൊരു പണി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ അബിയെ ജാനകിയെ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പ്രഭാവതിയോട് പിന്നീട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് അബിയും ജാനകി നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരും, അങ്ങനെ വരുന്ന സമയത്ത് നീ ചെല്ലില്ല എന്നൊന്നും പറയരുത്, അവരുടെ കൂടെ ചെല്ലണം, അവരോടൊപ്പം നീ അവരുടെ അമ്മയായിട്ട് നീ കഴിയണം എന്നൊക്കെ അങ്ങനെ സുമംഗല പറയണം. സുമംഗലയ്ക്ക് നല്ല മാറ്റമുണ്ട്. പണ്ടത്തെ സുമംഗലാമയല്ല ഇപ്പം. പണ്ടത്തെ സുമംഗലാമയ്ക്ക് അബിയും ജാനകിയും കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കറിയാം ആരാ നല്ലത് ആരാ ചീത്തെന്നൊക്കെ. അപർണയുടെയും തമ്പിയുടെയും ഒക്കെ കൂടി ചേർന്ന് കുറേ ദുഷ്ടതകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നു അറിയാം. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്നും അറിയാം. അവർ മിക്കവാറും ആ അളകാപുരി തന്നെ കുളം തോണ്ടും. അല്ലെങ്കിലും ആ തമ്പി അതിന് വേണ്ടിയിട്ടാണല്ലോ വീട്ടിലേക്ക് കയറി പറ്റിയിരിക്കുന്നത്, മോളെയും കയറ്റി വിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ പ്രഭാവതിയെ കൂടെ ഒരു വ്യക്തി സമ്മതിക്കുകയാണ്. അബിയും ജാനകിയും വന്നു കഴിയുമ്പോഴത്തേനും ആ കൂടെ പോകാമെന്നൊക്കെ അങ്ങനെ സമ്മതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യണം, അബി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ജാനകി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അബി തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും, പൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങോട്ടോ പൊന്നുവിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് അപർണ തനിക്ക് അറിയാവുന്നിടത്തേക്ക് അന്വേഷിക്കുകയാണ്. പക്ഷേ ജാനകിയെക്കുറിച്ചോ പൊന്നുവിനെക്കുറിച്ചോ ഒരു വിവരം കിട്ടിയില്ല. അവസാനം അമലിനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. അമലിൻ്റെ അടുത്ത് എന്നിട്ട് ജാനകിയുടെ പൊന്നുവിൻ്റെയും കാര്യമൊക്കെ അപർണ ചോദിക്കുകയാണ്. അപർണ ചോദിച്ചാലും അമലൊന്നും വിട്ടു പറയുന്നില്ല. അമലിനറിയാം ഇവിടെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാവുന്നുള്ള കാര്യം. അവസാനം അമൽ പറഞ്ഞു, എൻ്റെ നാവിൽ നിന്നൊന്നും കേൾക്കാൻ നിർത്ത് നീ ഇരിക്കണ്ട, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ല പറയണേ, നീ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാനൊക്കെ പറയണം.
അങ്ങനെ അവളെ നാണം കെടുത്തി വിടുവാണ്. അവസാനം അപർണ തീരുമാനിച്ചു, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ശരി, തനിക്ക് ഇനിയിപ്പം രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അവളുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. പക്ഷെ അതിനു മുമ്പ് തന്നെ അവളുടെ അമ്മയെ എവിടെ എന്താന്നൊക്കെ കണ്ടെത്തിയിട്ട് അവരെ ഇല്ലാതാക്കണം. അവരൊരു കാരണവശാലും ഈ വീടിൻ്റെ പടി കടന്ന് വരരുത്. അതുപോലെ തന്നെ ഇനി ആ പ്രഭാവതി അവരും കടന്നു വരരുത്. അങ്ങനെ വരുവാണെങ്കിലോ തനിക്ക് ഈ വീട് സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ. തൻ്റെ അച്ഛൻ ഇത്രയും കാലം കാത്തിരുന്ന ആ കാര്യം തനിക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു ചിന്തയൊക്കെ അപർണയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ജാനകി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ജാനകി വീട്ടിലേക്ക് വന്നതിന് ശേഷം നിരഞ്ജനെ പോയി കാണുവാണ്. അപ്പം നിരഞ്ജനയ്ക്കാണെങ്കിലോ ഭയങ്കര ഇതായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ജാനകിയുടെ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടണമെന്ന് നിരഞ്ജനൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്നൊന്നും തിരിച്ച് കിട്ടുകയല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് ആപ്പാടെ വിഷമമായി. നിരഞ്ജനൻ ജാനകിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ജാനകി നിരഞ്ജനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട, ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ നിരഞ്ജനെ കൂട്ടി ജാനകി പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോയിട്ടാണ് നിരഞ്ജന ഇവിടെ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, ആ രഹസ്യങ്ങളൊക്കെ പറയണേ. ഇത്രയും നാളും മൂടി വെച്ച രഹസ്യം എനിക്ക് നിന്നെ ഒരു കേസ് ഏൽപ്പിക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദ്യം നിരഞ്ജന എടുത്തു, എന്ത് കേസാണ് ജാനിയടുത്ത് ഏൽപ്പിക്കാനുള്ളതെന്ന്. പിന്നീടാന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടനെതിരെ എനിക്ക് കേസ് ഫയൽ ചെയ്യണമെന്ന് പറയണം. കേസ് ഫയൽ ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. ആ സമയത്ത് ജാനകി പറഞ്ഞാതെ എൻ്റെ അച്ഛനെതിരെയാന്ന് പറയാം. അപ്പം നിരഞ്ജന ചോദിച്ചു, അച്ഛൻ ആരാന്ന് ജാനിയടുത്തേക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. അമ്മയെ കണ്ടെത്തി, പക്ഷെ അച്ഛൻ ആരാന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. അതെ, അച്ഛൻ ആരാന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. പിന്നീട് ആ പേര് പറയുന്നത്, പേര് പറഞ്ഞാൽ നിന്നെ അറിയും, പ്രശസ്തനായ ആളാന്ന് പറയണം. പടനിലത്ത് തമ്പിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം നിരഞ്ജന ഞെട്ടിപ്പോയി. നിരഞ്ജന ചോദിച്ചു, എന്താ ജാനിയടുത്ത് പറയണേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്, അയാളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയണം. ഇത് നിരഞ്ജനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അപർണ ഇതേ ജാനിയടുത്ത് സഹോദരി അല്ലേന്നൊക്കെ പറയണം. അതെ, അവൾ എൻ്റെ സഹോദരിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ഞെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും ജാനി ചോദിച്ചു, അല്ല നിനക്ക് കേസ് ഏറ്റെടുക്കാൻ പറ്റുമോ, അയാൾക്കെതിരെ കേസ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ജാനിയടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തരാൻ വരെ തയ്യാറാണ്, ഞാൻ അയാൾക്കെതിരെ കേസ് ഏറ്റെടുത്തോളാം, ഞാൻ ഈ കേസ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയാണ്. പിന്നീട് ജാനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഡോക്ടറുടെ വക്കീലിൻ്റെ അടുത്ത് കള്ളത്തരം പറയലെന്നല്ലേ പറയണേ. അതുകൊണ്ട് ജാനിക്ക് വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ, തൻ്റെ അമ്മ അനുഭവിച്ച വേദനകൾ, വിഷമങ്ങൾ, ഇപ്പം അമ്മ ചേർന്നിരിക്കുന്ന എവിടെ എന്താന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ടിഞ്ഞിപ്പം നിരഞ്ജന പറഞ്ഞു, ഞാനൊക്കെയാണ് അയാളെ വെറുതെ വെച്ചേക്കില്ലായിരുന്നു, ശരിക്കും ജാനിയടുത്തിൻ്റെ അച്ഛനാണ് അയാൾ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോലൊരു ദുഷ്ടൻ ഒരിക്കലും അച്ഛനാവരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനി പറഞ്ഞു, അത് ശരി തന്നെയാണ്, അയാളെ ഞാൻ ഒരിക്കലും അച്ഛനായിട്ട് കണക്ക് കൂട്ടില്ല, കാരണം അച്ഛൻ എന്നൊരു സ്ഥാനം ഒരിക്കലും ഞങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നില്ല. അപർണ എൻ്റെ സഹോദരിയാണ്, നീ എന്നോട് മുമ്പ് ചോദിച്ചിട്ടില്ല എന്തിനാണ് അവളോട് ഇത്ര സോഫ്റ്റ് കോർണറൊക്കെ കാണിക്കണേന്ന്, ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ജാനിയടുത്ത് അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന എന്താണെന്നുള്ള കാര്യം. സാരമില്ല, ജാനിയടുത്ത് പേടിക്കണ്ട, ഈ കേസ് കൈകാര്യം ഞാൻ ചെയ്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ എന്ത് ചെയ്യണം, തമ്പിക്കെതിരെ ജാനകി കേസ് ഫയൽ ചെയ്യുകയാണ്. തമ്പി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്, വാദിക്കാനായിട്ട് നിരഞ്ജനയും കൂടെ ആയിരുന്നു. ഇത് ഇടിവെട്ടേറ്റ പോലെയാണ് അപർണ കേൾക്കുന്നത്. അപർണയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല, തൻ്റെ അച്ഛനെതിരെ ജാനകി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എന്താ എങ്ങനെയൊന്നും ആദ്യം അവൾക്ക് മനസ്സിലായില്ല. പിന്നീട് അവൾ ജാനകിനെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെതിരെ നീ എന്ത് കേസ് കൊടുത്താലും അത് പിൻവലിച്ചോണം, അല്ലെങ്കിൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേങ്കിൽ ആ വെല്ലുവിളികളൊക്കെ ജാനകി ഏറ്റെടുക്കുവാണ്. അങ്ങനെ അവസാനം നെട്ടോട്ട് ഓടുവാണ് കിടന്ന് തമ്പി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനി ഇപ്പോൾ തമ്പിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളോടും കൂടിയായിരിക്കും ജാനകി മുന്നോട്ട് പോകുന്നത്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മ അനുഭവിച്ച വേദന, പീഡനം, അതെല്ലാം അങ്ങനെ കോടതിയിൽ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ജാനകി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.